ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രമമായ വേദപുസ്തക വായനയുടെയും ധ്യാനത്തിൻ്റെയും 181 ദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 109 മുതൽ 111 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 2 രാജാക്കന്മാർ 22 അധ്യായം 1 വാക്യം. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. യഹൂദ രാജാവായ ആമോന്റെയും രാജ്ഞി യദീദായുടെയും മകനാണ് യോശിയാവ്. ദൈവം സൗഖ്യമാക്കി എന്നതാണ് യോശിയാവ് എന്ന പേരിൻ്റെ അർത്ഥം. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു പ്രായം. അവൻ 31 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് യദീദ എന്നായിരുന്നു പേർ. അവൾ ബൊസ്കത്കാരനായ അദായാവിൻ്റെ മകളും ആയിരുന്നു. യോശിയാവിന് മുമ്പുണ്ടായിരുന്ന അധപ്പതിച്ച ഭരണം മൂലം രാജ്യഭരണം ഏറെ ദുഷ്കരമായിരുന്നു. കാരണം വിഗ്രഹാരാധന ആ ദേശത്ത് വർദ്ധിക്കുകയും യഹോവയായ ദൈവത്തെ ജനം അവഗണിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ യഹോവയുടെ ഉത്സവങ്ങളും ന്യായപ്രമാണവും ജനം വലിയ വില നൽകാതെയായി. ഈ പശ്ചാത്തലത്തിലായിരുന്നു രാജാവ് രാജഭരണം ഏറ്റെടുക്കുന്നത്. എന്നാൽ ഈ പ്രഭാതത്തിൽ യോശിയാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ആരാധനാ സമ്പ്രദായങ്ങൾ പരിഷ്കരിക്കപ്പെടുന്നു. 2 രാജാക്കന്മാർ 22 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറയുന്നു, അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിലൊക്കെയും വലത്തോട്ടും ഇടത്തോട്ടും മാറാതെ നടന്നു. യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ 18 ആണ്ടിൽ ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനിടയിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടുന്നു. അങ്ങനെ യോശിയാവ് ആളയച്ച് യഹൂദായിലും യെരൂശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവൻ്റെ അടുക്കൽ കൂട്ടിവരുത്തി. തുടർന്ന് സകല മനുഷ്യരെയും കൂടെ ആലയത്തിൽ കൂട്ടിവരുത്തുകയും ആ ലഭിച്ചതായ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾക്കുകയും ചെയ്യുന്നു. എന്നാൽ വചനങ്ങൾ കേട്ട രാജാവ് ദുഃഖിക്കുകയും വസ്ത്രം കീറി അനുതപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനായി ആ ദേശമൊന്നാകെ ഒരു തീരുമാനം ഏറ്റെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. രണ്ടാമതായി അദ്ദേഹം രാജ്യത്തെ നവീകരിക്കുന്നു. ബാലിനും അശേരായ്ക്കുമായി ഉണ്ടാക്കിയ ഉപകരണങ്ങളെല്ലാം യഹോവയുടെ മന്ദിരത്തിൽ നിന്നും പുറത്തു കൊണ്ടുപോയി കിദ്രോൻ തോട്ടിങ്കൽ വെച്ച് അഗ്നിക്ക് ഇരയാക്കുന്നു. രാജ്യത്തിലെ മുഴുവൻ പൂജാഗിരികളെയും മാറ്റിക്കളയുന്നു. ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ധൂപം കാട്ടിയവരെയും തൻ്റെ രാജ്യത്ത് നിന്ന് നീക്കിക്കളഞ്ഞു. ബെൻ ഹിന്നോം താഴ്വരയിൽ നടന്നു വന്നിരുന്ന കുഞ്ഞുങ്ങളുടെ അഗ്നിപ്രവേശം നിർത്തലാക്കുന്നു. പുരുഷ മൈഥുനക്കാരുടെ വീടുകൾ നശിപ്പിക്കുകയും അവരെ ദേശത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യുന്നു. അങ്ങനെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ യോശിയാവിന് സാധിച്ചു. തുടർന്ന് തൻ്റെ 39 വയസ്സിൽ മിസ്രയീം രാജാവായ ഫറവോ നെഖോയുമായി യുദ്ധത്തിലേർപ്പെടുകയും ആ യുദ്ധത്തിൽ യോശിയാവിന് മരണകരമായ മുറിവേൽക്കുകയും ചെയ്യുന്നു. ഭൃത്യന്മാർ അദ്ദേഹത്തെ രഥത്തിൽ കയറ്റി യെരൂശലേമിലേക്ക് കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുവാനായില്ല. അങ്ങനെ ധീരനായ രാജാവ് എക്കാലത്തും ജനഹൃദയങ്ങളിൽ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് കടന്നു പോകുന്നു. ഇത്തരത്തിൽ നമ്മുടെയും ജീവിതവും പ്രവർത്തനങ്ങളും എക്കാലത്തും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യോശിയാവിനെ പോലെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ നീതി പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.